ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ എവിടെയുള്ളതെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ എവിടെയുള്ള വെച്ചാൽ നമ്മൾ സ്വന്തം കണ്ണൂരിലുള്ള സാധുവിലാണ്. നമ്മൾ കുറേ ആളായിട്ട് പോയതാണ്, നമ്മൾ കസിൻസൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ച് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഉള്ളിൽ കയറി അവിടെ നമ്മൾ ഫസ്റ്റ് എന്താ കണ്ടു വെച്ചാൽ ഒരു കുതിരേനെയായിരുന്നു. അന്വേഷ കുതിരേനെ കണ്ട അവിടെ ഒരു ചപ്പ് എടുത്ത് പറിച്ചിട്ട് അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കാനൊക്കെ നോക്കി, പക്ഷെ കുതിര വാങ്ങിയിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് നടന്ന് പോയൊരു ട്രെയിൻ കണ്ട്, അതൊരു ഒട്ടകത്തിൻ്റെ കുട്ടികളൊക്കെ കയറുന്ന ഒരു ട്രെയിനായിരുന്നു. പക്ഷെ ഞാൻ തടിയില്ലാത്തതുകൊണ്ട് ഞാനും അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്നൂസിനൊക്കെ അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നൂസിൻ്റെ മുഖം കണ്ടാൽ തിരിയില്ലേ. എന്നിട്ട് നമ്മൾ കുറച്ചങ്ങോട്ടേക്ക് പോയൊരു ഗോസ്റ്റ് റൈഡായിരുന്നു കണ്ടത്. അപ്പോൾ അതിനകത്തേക്ക് കയറി. അതെങ്ങനെ വെച്ചാൽ ഒരു റൂമിൽ കുറേ ഗോസ്റ്റ് ഉണ്ടാവും, നമ്മൾ പേടിപ്പിക്കാൻ സൗണ്ടെല്ലാം വെച്ചിട്ട്. അപ്പോൾ അന്നൂസ് പേടിച്ചിട്ട് അപ്പാട് പേടി വന്നേരം അപ്പാട് അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഗോസ്റ്റിലേക്ക് കയറി. അപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ആ ഒരു ഗോസ്റ്റ് റൈഡിൽ നിന്ന് അങ്ങനെ കീഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ടേക്ക് പോയൊരു ഗോസ്റ്റിൻ്റെ വേറൊരു റൈഡായിരുന്നു നമ്മൾ പിന്നെ കയറിയിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെ വെച്ചാൽ ഒരു റൂമിൽ കുറേ ഗോസ്റ്റിൻ്റെ സ്റ്റാച്ചുകൾ ഉണ്ടാവും. അതങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു. അന്വേഷൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ടേക്ക് നടന്ന് പോയൊരു കാറിൻ്റെ ഒരു റൈഡായിരുന്നു കണ്ടത്. അന്വേഷ ഫൈസാനൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അന്വേഷൊക്കെ പറഞ്ഞത് അത് നല്ല രസമുണ്ടെന്നായിരുന്നു. പിന്നെ നമ്മൾ വേറെ സാധനത്തുമ്പോൾ കാര്യം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കെയർ ഉണ്ടാകും കെട്ടി വെച്ച് ടൈമിലോട്ട് നമ്മൾ നടന്ന് പോയിട്ട് പിന്നെ ഒരു കോണി ഉണ്ടാവും, അതിലോട്ട് കീയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ തോണിക്കരി നമ്മളെല്ലാവരും കൂടിയിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ രണ്ടുപടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തോണിയിൽ നിന്നൊക്കെ കയറി പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ടേക്ക് നടന്ന് പോയേരം ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിൽ കയറിയത് നമുക്ക് എല്ലാവർക്കും അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ വെച്ചാൽ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ട്രെയിൻ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. നമ്മൾ ഇതിന് മുമ്പേ ബാപ്പാൻ്റെ ഒപ്പം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സാധുവിൽ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ സാധുവിൽ വന്നവർ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ കീഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിൽ ഇറങ്ങിയാൽ. അപ്പോൾ അന്നൂസ് തന്നെ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ തിന്ന്, നമ്മളെല്ലാവരും അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ടേക്ക് പോയവരാണ് വേറൊരു റൈഡ് കണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കാറുണ്ടാവും, അതിങ്ങനെ തിരിയാണ് ചെയ്യുക. പുറത്തുനിന്ന് കാണുമ്പോൾ അത് നല്ലോണം തല കറങ്ങുന്ന പോലെ ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ കയറിയാൽ അങ്ങനെ തലയൊന്നും കറങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനൊക്കെ 2 പ്രാവശ്യം അത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൂസിൻ്റെ മുഖം കാണുമ്പോൾ ഓനക്കെന്തോ ദേഷ്യമുള്ള പോലെ ഇല്ലേ. അതെന്താ വെച്ചാൽ അന്നൂസ് പറഞ്ഞ് നമുക്ക് വേഗം തന്നെ പൂളിലിറങ്ങാൻ. നമ്മൾ പക്ഷെ കുറേ റൈഡ് കയറിയിട്ടായിരുന്നു നമ്മൾ പൂളിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ പൂളിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്നൂസൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് ഉള്ളത്. അപ്പോൾ ഫാമിലീസിൻ്റെ എപ്പോഴും പൂളിലിറങ്ങി കളിക്കലെന്ന് വെച്ചാൽ അതൊരു വേറെ തന്നെ ഒരു വൈബാണ്. അപ്പോൾ വാട്ടർ റൈഡിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, നല്ല അടിപൊളിയായിരുന്നു. കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഫുൾ എൻജോയിലായിരുന്നു ഉള്ളത്. അപ്പോൾ എനിക്ക് മാക്സിമം കാണുന്ന റൈഡ്സിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റൈഡ് ഉണ്ട്, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൂസ് അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. അന്നൂസ് 2 പൂളിലായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു പൂളിലിറങ്ങി. ഇതെങ്ങനെ വെച്ചാൽ തിരുമാലടിക്കുന്ന ഒരു പൂളായിരുന്നു. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ദിവസം ഒരു നേരമാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഈ വീഡിയോ നമ്മൾ അധികം എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ആടുന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു പൂളിൽ തന്നെ വന്ന് കുറച്ച് നേരം കളിക്കൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു അധികം റൈഡ്സിൽ ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന്, കുറച്ചായിരുന്നു വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ബൈ ബൈ.